ഹലോ ഹായ് വെൽക്കം ടു എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് ആണ്. അതിൽ തോട്ട്സ് ഉണ്ടാകും, ഫീലിങ്സ് ഉണ്ടാകും, അതുപോലെ നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാകും, ഫ്യൂച്ചർ എല്ലാം ഉണ്ടാകും. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ഓഫറാണ്. ഇന്നും നാളെയും കൂടി ഉണ്ടാവുള്ളൂ. 3 days ഓഫറാണ്. ഇന്നലെ, ഇന്ന്, നാളെ. ഓക്കെ, അപ്പം റീഡിംഗ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൾ അലൗഡ് അല്ല, മെസ്സേജ് അയയ്ക്കുക. അതുപോലെ തന്നെ എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവരുടെ എനർജി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫുൾ മൂൺ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. സോ എനർജി എന്താണെന്നുള്ളത് നോക്കാം. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ ആണ് വന്നിട്ടുള്ളത്. Take time to breathe out. You and your loved ones are safe. One more card കൂടി എടുത്തേക്കാം. Step out of your comfort zone. ഇതിന് ക്ലാരിറ്റി ആണ്. Your hard work is paying off. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള സോഡിയാക് സൈൻ ക്യാൻസർ ആൻഡ് കാപ്രിക്കോൺ ആണ്. അപ്പം ഇവിടെ ഓവറോൾ എനർജി നോക്കുമ്പം നിങ്ങൾ ഈ ഫുൾ മൂൺ വന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റ് മെത്തേഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതാണ് നമുക്ക് ഫൈനലി വന്നിട്ടുള്ള ഒരു കാർഡ് പറയുന്നത്. ഓക്കെ, ഈ പേഴ്സൻ്റെ എനർജിയിൽ വളരെയധികം ഇമോഷൻസ് വന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി നിങ്ങളുടെ അടുത്ത് കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളെയും സേവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സേഫ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇവിടെ കാണുന്നു. നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് ഇവിടെ മാനിഫെസ്റ്റ് പോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നത് പോലെയാണ് മെയിൻലി ഇവിടെ കാണുന്നത്. ബിക്കോസ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകളുടെ എനർജി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ മെയിൻലി ഇവിടെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇനി നമുക്കിതിന് ക്ലാരിറ്റി ആയിട്ട് ടാരോട്ട് കാർഡ്സ് നോക്കാം. നിങ്ങളുടെ എനർജിയിലാണ് സ്പിരിച്വാലിറ്റി, ആൻഡ് പേഴ്സൻ്റെ എനർജിയിൽ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിട്ട് അവർക്ക് ഭയങ്കര ഇമോഷൻസ് ഒരുപാട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഫുൾ മൂണിൻ്റെ എനർജി എഫക്റ്റ് ആയതെന്ന് പറയാം, ബാധിച്ചിട്ടുണ്ട്. ഫുൾ മൂണിൻ്റെ എനർജി അവരെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, 3 of Cups ആണ് താഴെ വീണിട്ടുള്ളത്. അതൊരു സെലിബ്രേഷൻ കാർഡാണ്. 8 of Swordsൻ്റെ എനർജി വന്നിട്ടുണ്ട്. 2 of Swords, 9 of Wands, 3 of Swords, 10 of Cups, ഒറ്റൊരു കാർഡും കൂടെ, മൂൺ കാർഡ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് എംപ്രസ് കാർഡാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ അഗെയിൻ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ നല്ല രീതിക്ക് തന്നെ ആൻസൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവരെന്തിനൊക്കെ പേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ 3 of Cupsന്റെ എനർജി സെലിബ്രേഷൻ കാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി കാണിച്ചു തരുന്ന ഒരു കാർഡാണിത്. സോ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ പേടിക്കുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പേടിക്കുന്നുണ്ടാകാം. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും പല കാര്യങ്ങൾ ഇപ്പോഴും ഹൈഡാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നിട്ടും. പലതും അവരിപ്പോഴും നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല. ഓക്കെ, അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. മേ ബി ഇത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, സ്വയം തോന്നിയിട്ടുണ്ടാകാം, എന്തോ ഈ പേഴ്സൺ ഇപ്പോഴും പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല. നിങ്ങൾ ചോദിക്കുമ്പോഴും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല, ഒഴിഞ്ഞു മാറുന്നുണ്ടാകാം, അല്ലെങ്കിൽ സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം ഈ പേഴ്സൺ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അവരുടെ എനർജിയാണ്. ആൻഡ് ഈ പേഴ്സന്റെ തോട്ട്സ് നോക്കുന്ന സമയത്ത് ഇവിടെ 2 of Swordsന്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് ഇവർ ഹൈഡ് ചെയ്യുന്നതിന്റെ റീസൺ ആണ് പറഞ്ഞത്, ഇവർക്ക് പേടിയുണ്ട് എന്നുള്ളത്. അത് നിങ്ങളെയോ നിങ്ങളുടെ സ്വഭാവത്തെയോ നിങ്ങളെയോ അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയക്കുന്നത് കൊണ്ടാണ്. അപ്പൊ 2 of Swordsന്റെ എനർജി വരുന്ന സമയത്ത് ഇവിടെ ഈ പേഴ്സണ് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് അവരുടെ തോട്ട്സ് ആണ്. ഇവർക്ക് കൺഫ്യൂഷൻ ആണ്. ഈ ഒരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ഇവിടെ നിങ്ങളുണ്ട്, ഇവിടെ വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. മൂൺ കാർഡ് അഗെയിൻ വന്നതുകൊണ്ട് മൂണിൻ്റെ പിക്ചർ ഇവിടെ ഉണ്ട്.
ഓക്കെ, അത് ഹൈഡിങ് ആണ്. നിങ്ങളടുത്ത് അത് പറഞ്ഞിട്ടില്ല. അവരത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഭയം അതിനെ അനുവദിക്കുന്നില്ല. ഓക്കെ, അതുപോലെ തോട്ട്സിനകത്ത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് അവർ ക്യാരി ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടായ ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ ഇപ്പം കറന്റ് നിങ്ങളൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ടുള്ള ഒരു എനർജി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിപ്പം അവരെ ചേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഴയതുപോലെ അവർ അന്വേഷിക്കുന്നില്ല, അവരുടെ പുറകാലം ഇങ്ങനെ കെഞ്ചി പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ പേഴ്സൺ എന്തൊക്കെയോ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. നിങ്ങൾ പോയി, അല്ലെങ്കിൽ നിങ്ങൾ ജെന്യുവൻ അല്ല, അതായത് അവരായിരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ അവര് നിങ്ങളുടെ ഭാഗത്ത് നെഗറ്റീവിനെ കണ്ടെത്തുന്നത് പോലെ. ഓക്കെ, അതായത് ഓവർ തിങ്കിങ് ചെയ്യുന്നതാണ്. ആ ഓവർ തിങ്കിങ് ചെയ്യുമ്പം അവർ ഓവറായിട്ട് ചിന്തിച്ച് അങ്ങ് കാട് കയറി ചിന്തിച്ചു പോവാം. മേ ബി നിങ്ങളുടെ അടുത്ത് അത് ചിലപ്പം കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുമായിരിക്കും, നീ ഇങ്ങനെ ആയില്ല, അല്ലെങ്കിൽ നീ എന്നോട് അങ്ങനെ ചെയ്തില്ല. അതായത് അവരുടെ ഭാഗത്ത് തെറ്റ് പോലും മറന്നുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും തെറ്റുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, 9 ഓഫ് വാൻഡ്സിന്റെ എനർജി വരുമ്പം ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ആ ഓവർ തിങ്കിങ് കാരണം അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അതായത് ഹെഡ് പെയിൻ ഉണ്ടാവുക. അതുപോലെ ഇത് നിങ്ങളുടെയും എനർജി ആയിട്ട് ഇവിടെ കണക്ട് ആക്കാൻ പറ്റും. നിങ്ങൾ കാണുന്ന ആളുകളിൽ ചില ആളുകൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവായിരിക്കും. മൈൻഡ് ഔട്ട് ആയി പോവുക, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തു പോവുക. അത് കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക, എനർജി ലോസ് ആവുന്ന ഒരു ഫീൽ ഉണ്ടാവുക, ഹെഡ് പെയിൻ, ഉറക്കമില്ലാത്ത അവസ്ഥ, ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഇത് ഈ പേഴ്സൺ ഉണ്ട് കേട്ടോ. മനസ്സിലാക്കുക, ഈ പേഴ്സന്റെ എനർജി, നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ ആ സെയിം എനർജി ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. 10 ഓഫ് കപ്സിന്റെ എനർജി വരുമ്പോൾ ഇത് അവരുടെ ഒരു ഫീലിങ്സ് ആണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷണലി അവർ കണക്ട് ആവുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഫാമിലി ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ടും ഈ ഒരു നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ലൈഫ് അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ, അവരുടെ ഫ്യൂച്ചർ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നെങ്കിൽ, ഫുൾഫിൽമെന്റ് ആയിട്ടുണ്ടെങ്കിൽ, സ്നേഹം നിറയുന്ന ഒരു ഫാമിലി, പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. 3 ഓഫ് സോട്ട്സിന്റെ എനർജി വരുമ്പം അവർക്ക് ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്, ഹാർട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ഈ പേഴ്സൺ. അപ്സെറ്റ് ആണ്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അപ്സെറ്റ് ആണ് ഇവർ ഭയങ്കരമായിട്ടും. നിങ്ങളും ഭയങ്കരമായിട്ടും ഹൃദയവേദന കൊണ്ട് നടക്കുന്നുണ്ട് ഈ ബന്ധം ഇങ്ങനെ ആയതിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ ചെയ്തതിൽ നിങ്ങളും നല്ല രീതിക്ക് എന്നെ വേദനിക്കുന്നുണ്ട് എന്നൊരു റിയലൈസേഷൻ ഇവർക്കുണ്ട്. ഇവരും അതേ പെയിൻ ഇവർക്കുണ്ട്. ഇത് എംപ്രസ് കാർഡിന്റെ എനർജി വരുമ്പം അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കെയറിങ് കാര്യങ്ങളെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡ് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കാർഡാണ് ഇത്. നിങ്ങൾ ചിലപ്പം ഏജ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം, നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കോ ഏജ് കൂടുതലോ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം ഒരു മദർ കെയറിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കഴിയുന്നത്. അത് ഫീമെയിലോ മെയിലോ ആയിക്കോട്ടെ, ഒരു മദർ കെയറിങ് പോലെ അത്രയും അങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടുണ്ടാവണം. അപ്പം ആ ഒരു എനർജിയും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവർ മിസ് ചെയ്യുന്നുണ്ട്. പാസ്റ്റിനെ ആലോചിച്ച് വെക്കണ ഒരു എനർജിയാണത്. അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ മാരീഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങൾ അതിലൊരു ബേബി എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ തോട്ട്സ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുടുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യുകയോ ചെയ്തായിരിക്കാം. ഇവിടെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് ഒരു ഫെമിനിൻ എനർജിയാണ്. ഓക്കെ, ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എനർജിയാണ്. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാം കൊണ്ട് പറയുന്നതല്ല, എല്ലാം ഒരു സ്ത്രീ എനർജി നല്ല കൂടുതലും കാണുന്നവരിൽ ഒരു കൺട്രോളിംഗ് ആയിട്ട് വരുന്നത് ഒരു സ്ത്രീ എനർജിയാണ്. ഓക്കെ, അത് മദർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എക്സ് വൈഫ്, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ സ്ട്രോങ് പേഴ്സൺ ആണ്. അവർക്ക് ഇവിടെ ഇവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ യൂസ് ചെയ്തിട്ടാണ് അവരിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് സ്റ്റക്കാക്കി വെച്ചേക്കുന്നത്. പക്ഷെ ഇങ്ങനെ സ്റ്റക്കാക്കി നിൽക്കുമ്പോഴും ആ പേഴ്സൺ അവിടെ ഇരുന്ന് ആലോചിക്കുന്നത് ഫ്യൂച്ചറാണ്, ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യുന്നതാണ്. ആ ഫ്യൂച്ചർ പ്ലാനിങ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ള 10 ഓഫ് കപ്സിന്റെ എനർജി. ഓക്കെ, 10 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ഡ്രീം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലി ആയിട്ട് ഡ്രീം ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചർ പ്ലാനാണ്. ഇനി നമ്മളിപ്പം ഇവിടെ ഈ പേഴ്സന്റെ തോട്ട്സ് നമ്മൾ കണ്ടു, അവരുടെ ആക്ഷൻ ആയിട്ട് നമ്മൾ കണ്ടു, ആ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് കണ്ടു. ഇതിൽ എന്താണ് യൂണിവേഴ്സ് ഇപ്പം എന്താ, ഇവരിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാലും ഇവരുടെ ഫീലിങ്സ് ഇങ്ങനെയാണെങ്കിലും ഇതിലിപ്പോൾ യൂണിവേഴ്സ് എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഫ്യൂച്ചറായിട്ട് നമുക്ക് നോക്കാം.
5 ഓഫ് സോർട്സ് എനിക്ക് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു ചീറ്റിംഗ് കാർഡാണ്. നിങ്ങളിപ്പോൾ ചതിച്ചിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിനുള്ളൊരു റിസൾട്ട് എന്തായാലും അവർക്ക് കിട്ടും. ഓക്കെ, ഇത് 5 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു ബന്ധം നിൽക്കുമ്പോൾ മറ്റൊരു ബന്ധത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. സോ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരം കർമ്മ എന്ന് പറയാം, അത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നിട്ട് ഉണ്ടാകും. സോ അങ്ങനെ ഒരു കാര്യം, അതായത് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു എൻഡ് ഉണ്ടാകും എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് വാൻസ് ആണ്. ഈ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും, പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പം ഇവിടെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുള്ളത് നമ്മൾ പറഞ്ഞു, പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചു വരുന്നുള്ളത്. പക്ഷേ വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പം അതിന് ചില കടമ്പകൾ ഈ പേഴ്സൺ കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ആ പേഴ്സൺ തെറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ റീസൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം ഇങ്ങനെ ചതിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ ഒരു കർമ്മ എന്നുള്ളത് ആ പേഴ്സണ് കിട്ടുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പം ചില കടമ്പകൾ എന്ന് പറയുന്നത് ഈ ഒരു കർമ്മയിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പം അതിന് ശേഷമായിരിക്കും പേഴ്സണിന്റെ തിരിച്ചു വരവ് എന്നുള്ളത് കാണുന്നുണ്ട്. അതൊരു സ്ലോ ആക്ഷൻ ആയിട്ടാണ് കാണുന്നത്. 4 ഓഫ് സോർട്സിന്റെ എനർജി എഗെയിൻ വന്നിട്ടുണ്ട്. ഇതാ ഒരു ബ്ലാക്ക് മാജിക് ഓർ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെക്കുന്ന തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. അതിലും ഈ ഫ്യൂച്ചർ പ്ലാൻ, അവരെന്താണ് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത്, ഇങ്ങനെ ഇരുന്നോട്ട് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എഗെയിൻ കൺഫർമേഷൻ ആണത്. ആ ഫ്യൂച്ചർ പ്ലാനിങ് അവർക്ക് റിയൽ ആയിട്ട് നടക്കും എന്നുള്ളതാണ്. പേജ് ഓഫ് വാൻസ് ആണ്. വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ചൊന്ന് അത് നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഡെവിൾ കാർഡ് വരുന്ന സമയത്ത് ഇത് കാണിച്ചു തരാൻ പറ്റാത്ത കാർഡാണ്, അതാണ്. അപ്പോൾ ഡെവിൾ കാർഡ് വരുമ്പം ഇപ്പം ഭയങ്കര കൺട്രോളിങ്ങിനാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് മാജിക് ഇവിടെ നല്ല രീതിക്ക് തന്നെ കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഈ പേഴ്സൺ എന്തായാലും നടത്തും, അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തിരിച്ചു വരും, ഈ പേഴ്സൺ എന്തായാലും തിരിച്ചു വരും. അപ്പം പക്ഷെ ഡിലേ ആയിട്ടാണ് കാണിക്കുന്നത്. ഡിലേ ആയിട്ട് അത് ചിലപ്പം ഈ വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ അതിൻ്റെ സമയം ചക്ര കറങ്ങി കാർമിക് സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ പേഴ്സണു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടും കൂടി ആയിരിക്കും ഈ കാണുന്നതൊക്കെ. അപ്പം ഈ പേഴ്സൺ തിരിച്ചു വരാൻ ചില കാര്യങ്ങൾ അവർ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു കർമ്മ കിട്ടുന്നതിലൂടെ ഈ പേഴ്സൺ ഒരുപാട് ലെസൺസ് എടുക്കുമായിരിക്കും. അപ്പോൾ ആ ലെസൺസിലൂടെ ആയിരിക്കും നിങ്ങളുടെ വാല്യൂ ഈ പേഴ്സൺ പൂർണ്ണമായിട്ട് മനസ്സിലാവുക. അപ്പം അങ്ങനെ വാല്യൂ മനസ്സിലാക്കി തന്നതിലല്ലേ കാര്യം ഉണ്ടാവുള്ളൂ. വാല്യൂ മനസ്സിലാക്കിയാലല്ലേ അവർക്ക് അതിനെ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനത്തെ ആക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.